ഹായ് എവരിവൺ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ജെനസിസ് ചാപ്റ്റർ 31 ആണ്. ഉൽപ്പത്തി 31 അധ്യായം. അവിടെ യാക്കോബ് ലാബാന്റെ അടുത്ത് നിന്നും യാത്ര ചെയ്ത് കനാൻ ദേശത്തേക്ക് തിരിച്ചു പോകുന്നത് നമുക്ക് കാണാനിടയാവും. അവിടെ നമ്മൾ കാണുന്നത് ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. തനിക്ക് ഒരുപാട് മൃഗസമ്പത്തൊക്കെ ഉണ്ടാകാനിടയായി തീർന്നു. അങ്ങനെ തന്നെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ തനിക്ക് കൊടുത്ത ആടുകളൊക്കെ ഈ പുള്ളിയുള്ളതൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് യാക്കോബിനായിട്ട് വെച്ചിരിക്കുന്ന ആടുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ എണ്ണം കൂടിക്കൂടി വന്നപ്പോൾ ലാബാന്റെ മക്കള് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അങ്ങനെ അവർക്ക് അസൂയമുണ്ട്. വെച്ചാൽ യാക്കോബിന്റെ സമ്പത്തും അവരുടെ സമ്പത്ത് പോലെ വളരുന്നത് കണ്ടപ്പോൾ അവർക്കത്ര അസൂയ തോന്നി. അത് ലാബാനും ആ ഒരു കാര്യം അത് യാക്കോബിനോട് ദേഷ്യം വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ദൈവം യാക്കോബിനോട് പറയുകയാണ്, നീ നിന്റെ ഭാര്യമാരെ നിന്റെ ഇതെല്ലാം എടുത്തുകൊണ്ട് നീ കനാൻ ദേശത്തേക്ക് നീ തിരിച്ചു പോകാനെന്നുള്ളൊരു കൊടുക്കുകയാണ്. നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രോമിസ് ദൈവം യാക്കോബിന് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യാക്കോബ് പക്ഷെ താൻ വളരെ പേടിയോടെ, താൻ ദൈവത്തെ അത്രമാത്രം ദൈവത്തെ വിശ്വസിക്കാനിടയില്ല. താൻ വളരെ പേടിയോടെ എല്ലാം പെറുക്കി ലാബാനോട് പറയാതെ പോവുകയായിരുന്നു താൻ ചെയ്തത്. അവിടെ ചെറിയൊരു വിശ്വാസക്കുറവ് നമുക്ക് യാക്കോബിന്റെ ഭാഗത്തുനിന്ന് കാണുവാൻ സാധിക്കും. കാരണം ദൈവം തനിക്കൊരു പ്രോമിസ് കൊടുത്തു, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള പ്രോമിസ് കൊടുത്തിട്ടും യാക്കോബ് ധൃതിയിലെല്ലാം എടുത്തു വെച്ച് ഭാര്യമാരെ എല്ലാം ഒട്ടകത്തിൽ കയറ്റി ആരോടും പറയാതെയാണ് അവിടെ നിന്നും പോയത്. അങ്ങനെ താൻ അവിടെ നിന്ന് യാത്ര ചെയ്തു. താൻ കനാനിലേക്ക് താൻ കുടുംബവും തൻ്റെ മൃഗങ്ങളും സമ്പത്തും എല്ലാം കൊണ്ട് താൻ തിരികെ കനാനിലേക്ക് താൻ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ താൻ യാത്ര ചെയ്ത് കഴിഞ്ഞുള്ള 3-ാം ദിവസമാണ് ലാബാൻ അറിയുന്നത് യാക്കോബ് ഇങ്ങനെ പോയി എന്നുള്ളൊരു കാര്യം. അപ്പോൾ ലാബാൻ അവരെ തിരഞ്ഞു പിടിക്കുവാനായിട്ട് അവിടെ തീരുമാനിച്ചു. അങ്ങനെ പോകുമ്പോൾ ദൈവം പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നീ യാക്കോബിനോട് പറയുന്ന കാര്യങ്ങൾ നീ സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യം, ഒരു വാർണിംഗും കൊടുത്തുകൊണ്ടാണ് ലാബാൻ അവിടെ ദൈവം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലാബാൻ ഒടുവിൽ 7 ദിവസം കൊണ്ട് താൻ യാക്കോബിനെ കണ്ടുപിടിക്കുകയും അങ്ങനെ താൻ അവിടെ സംസാരിക്കുകയാണ്. നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതെ പോയത്? നീ പോവുകയായിരുന്നെങ്കിൽ ഞാൻ നല്ല രീതിയിൽ സെലിബ്രേഷനൊക്കെ തന്നിട്ട് നിന്നെ വിടുകയില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്ന ദൈവം അവിടെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് താൻ ആ ഒരു രീതിയിൽ സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ദൈവം അങ്ങനെ നീ പറയുന്നത് യാക്കോബൻ പറഞ്ഞ് നീ സൂക്ഷിക്കണം എന്നൊരു വാണിംഗ് ദൈവം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ താൻ അവിടെ പോയിട്ട് താനവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. പ്രത്യേകിച്ചും അവിടെ തൻ്റെ വീട്ടിലുണ്ടാകുന്ന കുറച്ച് ഐഡൽസിനെ അതിനെ റേച്ചൽ എടുത്തു മാറ്റി. അത് നമ്മൾ കാണുന്നുണ്ട്. റേച്ചൽ തൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഐഡൽസിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് തൻ്റെ കൂടെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ എടുത്തുകൊണ്ട് പോയതിൻ്റെ ദേഷ്യവും അങ്ങനെ അത് ആ രീതിയിലായിരിക്കും. ദൈവം അങ്ങനെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ, ദൈവം തന്നോട് സംസാരിച്ചില്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും അത് ഇടപെടുന്നത്. പക്ഷെ താൻ അവിടെ ഇങ്ങനെ പറയുന്നത് താൻ പോയി ഐഡലിനെ ഇതുപോലെ മോഷ്ടിക്കപ്പെട്ട ഐഡലിനെ പറ്റി പറയുന്നു. എന്നിട്ട് ആ ഐഡല് തപ്പി ആ കൂടാരത്തിലെല്ലാം തപ്പുന്നു. പക്ഷെ അതവിടെ കാണുന്നില്ല. അത് പക്ഷെ റേച്ചൽ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു നമ്മളത് പിന്നീട് കാണുന്നുണ്ട്. എന്നാലും അത് അങ്ങനെ താൻ അവിടെ തപ്പി അവിടെ അതൊന്നും കാണുന്നില്ല. പിന്നെ താൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഭയമായിരുന്നു. യാക്കോബ് നീ എന്തിനു പോയെന്ന് ചോദിക്കുമ്പോൾ ലാബാൻ ചെമ്മേനും മറുപടി പറഞ്ഞു, എനിക്ക് ഭയമായിരുന്നു, നീ എൻ്റെ ഭാര്യമാരെ അവിടെ ഒക്കെ പിടിച്ചു വെക്കുമെന്നുള്ളൊരു പേടിയായിരുന്നു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ ആ വാക്കിനെ അത്രമാത്രം കൊണ്ട് വിശ്വസിക്കാൻ തനിക്കിടയില്ല. തൻ്റെ ഉള്ളിലുള്ള പേടി കാരണം താൻ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് താൻ അവിടെ നിന്ന് പോവുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ അവരെല്ലാവരും നമ്മൾ അവസാനിക്കുന്ന അവരെ ഗുഡ് ബൈ പറയുന്നവരെല്ലാവരും തിരികെ ലാബാൻ്റെ സ്ഥലത്തിലേക്കും
യാക്കോബ് കനാൻ ദേശത്തിലേക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തെ ഒരു 100% ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ ദൈവത്തെ ദൈവം പറയുന്നത് ട്രസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ അൺനെസസറി ആയിട്ട് നമുക്ക് വറി ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം യാക്കോബിന് അതാണെല്ലാം സംഭവിച്ചത്. ഞാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ദൈവം ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. തനിക്കത് അത്രയ്ക്ക് കൊണ്ട് വിശ്വാസമായില്ല. അതുകൊണ്ട് താൻ വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് താൻ അവിടെ നിന്ന് യാത്ര ചെയ്തു പോയി. താനപ്പോൾ ലാബാനെ പിന്നീട് താൻ കാണുമ്പോൾ തൻ്റെ ഉള്ളിൽ പേടിയായിരിക്കും, എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ അൺനെസസറി ആയിട്ടുള്ള പല അവസ്ഥകളിലൂടെയും പല പേടിയിലൂടെയും തനിക്ക് പോകേണ്ടി വന്നു. കാരണം താൻ ദൈവത്തിൻ്റെ വാക്ക് താൻ അതുപോലെ വിശ്വസിച്ചില്ല. അതുകൊണ്ട് നമ്മൾക്കും ദൈവം പറയുന്നതൊക്കെ അതുപോലെ വിശ്വസിക്കും, ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ അൺനെസസറി ആയിട്ടുള്ള പേടികളും ടെൻഷനും ഒക്കെയും അത് നമ്മളിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇടയായി. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൽ മാറട്ടെ.